നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ന്യൂസിലാൻഡിലെ സഭ ഇന്ന് പ്രഭാതത്തിൽ അവിടെ ഒരുമിച്ചുകൂടി ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചു, ദൈവസന്നിധിയിൽ കൂട്ടായ്മ ആചരിച്ചു. മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് നമ്മൾ ഈ സന്ധ്യാസമയത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം സമാഗമന കൂടാരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിച്ച് മുൻപോട്ട് പോയത്. ഇത് വളരെ ഇൻട്രസ്റ്റീവായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എന്നാൽ അനേകർക്ക് ഇത് താല്പര്യമുള്ള വിഷയമല്ല. നമ്മൾ ഈ ഒരു വിഷയം പഠിച്ചു വരുമ്പോൾ ദൈവസഭയെക്കുറിച്ചും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ ബോധ്യങ്ങളിലേക്കാണ് കടന്നു വരുന്നത്. ഈ വിഷയത്തിൻ്റെ ആമുഖങ്ങളൊക്കെ ആദ്യത്തെ സെഷനുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 8-9 സെഷനുകൾ കഴിഞ്ഞു. പുതുതായിട്ട് ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഗ്രഹിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ടാബർനാക്കിൾ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ ആ പഴയ എപ്പിസോഡുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അങ്ങനെ 1 മുതൽ ഈ 9-10 വരെയുള്ള ആ എപ്പിസോഡുകളിൽ ആമുഖമായിട്ട് അടിസ്ഥാനപരമായ ഒത്തിരി വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ കേട്ട് മുൻപോട്ട് വരികയാണെങ്കിൽ നിശ്ചയമായും തുടർന്ന് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇടയ്ക്ക് നിന്ന് കേൾക്കുമ്പോൾ ഈ പറയുന്ന വിഷയത്തിൻ്റെ ഡെപ്ത് എത്രത്തോളം എന്ന് ഒരുപക്ഷെ പുതുതായി കേൾക്കുന്നവർക്ക് അറിയാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറപ്പാട് ദിവസം 25-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നിന്നാണ് അല്പം ചില കാര്യങ്ങൾ സംസാരിച്ചത്. 10-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. അതിന് 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവും വേണം. അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. അകത്തും പുറത്തും പൊന്നു പൊതിയണം. അതിൻ്റെ മേൽ ചുറ്റും പൊന്നുകൊണ്ടുള്ളൊരു വക്കും ഉണ്ടാക്കണം. അപ്പോൾ 10-ഉം 11-ഉം 2 വാക്യങ്ങൾ. ഈ 2 വാക്യത്തിൽ നിന്ന് പല കാര്യങ്ങളും പറയേണ്ടതുണ്ട്. എന്നാൽ 1-2 കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. അതായത് സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് അഥവാ മോസ്റ്റ് ഹോളി പ്ലേസിൽ ഇരിക്കുന്ന പെട്ടകത്തെ കുറിച്ചാണ് 25-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ പെട്ടകവുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞല്ലോ. അപ്പോൾ തുടർച്ചയെന്നോണം നമ്മൾ കണ്ടെത്തിയ കാര്യമാണ് സമാഗമന കൂടാരത്തിന്റെ നിർമ്മിതിയിൽ ഏറ്റവും ആദ്യം നിർമ്മിക്കാൻ പറഞ്ഞത് പെട്ടകമാണ്. അപ്പോൾ പെട്ടകത്തിന്റെ നിർമ്മിതിയിലേക്ക് വരുമ്പോൾ അത് ഖദിരമരം കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് അതിന്റെ അകത്തും പുറത്തും പൊന്ന് അഥവാ പ്യുവർ ഗോൾഡ് കൊണ്ട് പാനൽ ചെയ്യണം, കവർ ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മരം ഏതാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഖദിരമരം അഥവാ അക്യേഷ്യ വുഡ്, ഖദിരമരമാണ് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. ഖദിരമരത്തെക്കുറിച്ചുള്ളൊരു വിശദീകരണം തരേണ്ടതായിരുന്നു. എന്നാലും ഞാൻ പറയായിരുന്നു, നമുക്ക് ഈ കൂടാരത്തിന്റെ ചുറ്റുമുള്ള 60 തൂണുകളുണ്ട്, 60 പില്ലേഴ്സ്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലേക്ക് വരുമ്പോൾ ഖദിരമരത്തെക്കുറിച്ച് അവിടെ നമുക്ക് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. എന്നാലും ചുരുക്കി പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ: സമാഗമന കൂടാരത്തിന്റെ ചുറ്റും 60 തൂണുകളും അതുപോലെ അതിന്റെ അകത്ത് 48 പലക ഇരിപ്പുണ്ട്. ആ 48 പലകയും 60 തൂണും കർത്താവിന്റെ സഭയെ, മണവാട്ടി സഭയാണ് കാണിക്കുന്നത്. അതേസമയം അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകം ഇരിപ്പുണ്ട്, അഥവാ ആർക്ക്. ആ പെട്ടകം നിർമ്മിച്ചിരിക്കുന്ന ഖദിരമരം കൊണ്ടാണ്. ഇവിടെ പറയുന്ന ഖദിരമരം എന്ന് പറയുന്നത് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതായത് ഈ പെട്ടകം യേശുക്രിസ്തുവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. പെട്ടകത്തിന്റെ നിർമ്മിതിയിൽ അകത്ത് മരവും പുറത്ത് ഗോൾഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അത് നമ്മൾ കണ്ടത് യേശുക്രിസ്തുവിന്റെ ഡിവിനിറ്റിയും യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിയുമാണ്. അവിടുത്തെ മനുഷ്യത്വവും അവിടുത്തെ ദൈവത്വവുമാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഈ പറയപ്പെട്ട ആ പൂർവ്വകാലത്ത് അവിടുത്തെ മനുഷ്യത്വം മറഞ്ഞിരിക്കുകയാണ്, വെളിപ്പെട്ടിട്ടില്ല. അപ്പൊ അത് തനി തങ്കം കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്ന് അവിടെ ദൈവത്വമാണ് വെളിപ്പെട്ട് നിന്നത്, മനുഷ്യത്വമല്ല വെളിപ്പെട്ട് നിന്നത്. എന്നാൽ ബത്ലഹേമിലേക്ക് നമ്മൾ വന്നപ്പോൾ അവിടെ ദൈവത്വം മറഞ്ഞിരുന്നിട്ട് മനുഷ്യത്വം വെളിപ്പെട്ടു. മനുഷ്യനായ ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനായി. അങ്ങനെ ഭൂജാതനാകുമ്പോഴും തൻ്റെ ഉള്ളിൽ ദൈവത്വമുണ്ട്. 100% ദൈവവും 100% മനുഷ്യനുമാണ്. 50-50 അല്ല, 100% ദൈവവും 100% മനുഷ്യനുമാണ്. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. ബത്ലഹേം മുതൽ മുൻപോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മനുഷ്യരുടെ ഇടയിലൂടെ പിന്നീട് സഞ്ചരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ തൻ്റെ ദൈവത്വം മറച്ചു വെച്ചിരിക്കുകയാണ്.
മനുഷ്യത്വത്തിലാണ് സഞ്ചരിക്കുന്നതും ഇടപെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ. മനുഷ്യത്വത്തിലായതുകൊണ്ടാണ് തനിക്ക് ദാഹിച്ചത്, താനെ കരഞ്ഞത്, അതുപോലെ അങ്ങനെയുള്ള പല കാര്യങ്ങളും. എന്നാൽ തന്റെ ദൈവത്വം അഥവാ തന്റെ തേജസ് വെളിപ്പെട്ട നിമിഷങ്ങൾ നമുക്ക് പുസ്തകത്തിൽ കാണാൻ കഴിയും. അതായത് തന്റെ പ്രിയ ശിഷ്യന്മാരുമായി മറുവ മലയിലേക്ക് പോയി അവിടെ വെച്ച് തന്റെ തേജസ്സിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അവർക്ക്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം തന്റെ അമ്മയായ മറിയയും ജോസഫും ചേർന്ന് യെരൂശലേം ദേവാലയത്തിലേക്ക് വരികയും, അതായത് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനാണ് കുഞ്ഞുമായിട്ട് മറിയ യെരൂശലേം ദേവാലയത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് കുഞ്ഞിനെ കൈയേറ്റുകൊണ്ട് ശിമിയോൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വാത്സല്യ മാതാവ് ഹന്ന അതിന് സാക്ഷിയാണ്. ആ സമയത്ത് ശിമിയോന് ആ തേജസ് വെളിപ്പെടുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. ശിമിയോന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ് കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പ് ശിമിയോൻ മരണം കാണുകയില്ലെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് 27 മുതൽ 30 വരെ അങ്ങ് വായിച്ചു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടുവന്നപ്പോൾ അവനെ കയ്യിലിട് ഏന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നേടിയ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും ഇത് ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ശിമിയോന് രക്ഷകനെ കയ്യേറ്റ് വാങ്ങിക്കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ശിമിയോന് ആ കാര്യം വെളിപ്പെട്ട് കിട്ടിയതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അതേസമയം യെരൂശലേം ദേവാലയത്തിൽ മഹാപുരോഹിതന്മാരും മറ്റു പുരോഹിതന്മാരും അതുപോലെ അതിന്റെ ചുറ്റുവട്ടത്ത് പ്രമാണിമാരും എല്ലാവരും ഉണ്ട്. അവർക്ക് ആർക്കും വെളിപ്പെട്ട് കിട്ടിയില്ല. അവർക്കൊന്നും മനസ്സിലായില്ല. ഗലീലയിലെ നസ്രത്തിൽ നിന്ന് വന്ന ഒരു കുടുംബം അവരവരുടെ കുഞ്ഞുമായിട്ട് വന്നു. പ്രസവത്തിന് ശേഷമുള്ള നിയമപരമായ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി യെരൂശലേം ദേവാലയത്തിൽ വന്നു എന്ന് മാത്രമാണ് അവിടെയുള്ള മറ്റു മനുഷ്യര് മനസ്സിലാക്കിയത്. അത്രേ ഉണ്ടാകുകയുള്ളൂ. കാരണം അവിടെ ഇതുപോലെ ധാരാളം പേര് വരുന്നതാണ്. അതിന്റെ ഭാഗമായി ഇതാ ഒരു കുടുംബം കൂടെ വന്നിരിക്കുന്നു. എന്നാല് ആ ജനത്തിന്റെ നടുവിൽ നിന്ന് ശിമിയോനും ഹന്നയ്ക്കും കാര്യം മനസ്സിലായി. അതായത് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, അതായത് താൻ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു എന്ന് ചുരുക്കം. എന്നാല് എല്ലാവർക്കും മനസ്സിലായില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചു വന്നത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, പഴയ നിയമത്തിൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കുകയാണ്, എന്നാൽ അവർക്ക് അത് വെളിപ്പെട്ട് കിട്ടിയില്ല. അതാണല്ലോ കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. തേജസ്സിന്റെ ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല, കിട്ടിയായിരുന്നെങ്കിൽ അവർ ക്രൂശിക്കില്ലായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോ തേജസ്സിന്റെ ക്രിസ്തു ഇസ്രായേലിന്റെ നടുവിലൂടെ നടന്നിട്ട് പോലും ബഹുഭൂരിപക്ഷം പേർക്കും മനസ്സിലായില്ല. ഒരു ചെറിയ കൂട്ടത്തിന് മാത്രമേ മനസ്സിലായുള്ളൂ. അവൻ ആരെന്ന് മനസ്സിലായ പത്രോസ് പറയുന്നുണ്ട്, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തു തന്നെയെന്ന്. അത് ഗ്രഹിക്കാൻ കഴിയാത്ത മഹാപുരോഹിതൻ ഒടുക്കം തന്നെ വിസ്തരിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, നീ വന്ധ്യനായവന്റെ പുത്രനായ മെശിഹ തന്നെയാണോ എന്ന്. ആ സമയത്ത് താൻ പറഞ്ഞ ആ മറുപടിയാണ് ദൈവദൂഷണം എന്നുള്ള നിലയിൽ എടുത്തുകൊണ്ട് അവര് തന്നെ ക്രൂശിക്കുക എന്ന് ആക്രോശിക്കുവാനുണ്ടായ കാര്യം. താനത് സമ്മതിച്ചു, ഞാൻ വന്ധ്യനായവന്റെ പുത്രനായ മെശിഹ തന്നെയാണെന്ന് മഹാപുരോഹിതന്റെ മുമ്പിൽ സമ്മതിച്ചപ്പോഴാണ് അത് യഹൂദനെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ദൈവദൂഷണമാണ്. അപ്പം അങ്ങനെ ദൈവദൂഷണം പറഞ്ഞയാളെ കൊല്ലേണ്ടതുണ്ട്, അല്ലെങ്കിൽ ക്രൂശിക്കേണ്ടതുണ്ട്. ആ നിലയിലാണ് അവർ പിലാത്തോസിന്റെ മുമ്പിൽ ആർഗ്യൂ ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞത്, പഴയ നിയമത്തിൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കുകയാണ്, എന്നാൽ അവർക്കത് വെളിപ്പെട്ട് കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ചിന്തിച്ചു പോയപ്പോ ഈ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് പെട്ടകത്തിന്റെ ഗൗരവം ചിന്തിച്ചപ്പോൾ യാഗപീഠത്തെ കുറിച്ച് ചില സൂചനകളും കൂടെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയിൽ. അതിനായിട്ട് നമ്മൾ എടുത്തത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 22-ാം വാക്യമാണ്. അതായത് പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അതിന് നമ്മൾ ഈ കൂടാരത്തിന്റെ പിക്ചർ കാണിച്ചിട്ട് രണ്ട് കാര്യവും പറഞ്ഞു. അതായത് മഹത്വത്തിൽ വസിക്കുന്ന വലുവനായ ദൈവം തന്റെ പുത്രനെ മാലോകർക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ് യാഗപീഠത്തിലൂടെ നമ്മൾ കണ്ടത്. യാഗപീഠം കാൽവറിയിലെ ക്രൂശിന് നിഴലായി നിൽക്കുന്നു. ക്രൂശിൽ ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. റോമാലേഖനം 3:25-26 വാക്യങ്ങളില് അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സകല മനുഷ്യർക്കുമുള്ള പ്രായശ്ചിത്തത്തിനാണ് ക്രിസ്തുവിനെ കാൽവറിയിൽ ഒരു ബലിയായി അർപ്പിച്ചത്.
പാപികളായ മനുഷ്യരെ പിതാവ് ക്രൂശിങ്കിലേക്ക് അഥവാ യാഗപീഠത്തിങ്കിലേക്ക് ആകർഷിച്ച് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പുത്രനെയാണ്. പുത്രൻ ആരെന്നുള്ളത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. തന്റെ ഏകജാതനായ പുത്രനെ അവിടെ വെളിപ്പെടുത്തുകയാണ്. പുത്രൻ കാൽവറിയിൽ നിവർത്തിച്ച ആ പരമയാഗത്തിന്റെ ആഴങ്ങൾ ഒരുവന് വെളിപ്പെട്ട് കിട്ടുകയാണ്. അതിനെയാണ് നമ്മൾ ക്രൂശിന്റെ ദർശനം എന്ന് പറയുന്നത്. അങ്ങനെ ക്രൂശിന്റെ ദർശനം പ്രാപിച്ച് അവിടെ സറണ്ടർ ചെയ്യപ്പെട്ട് വന്ന ഒരുവൻ അവൻ അതേ ബലിപീഠത്തിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞതാണ്, ഓടിച്ചങ്ങ് പറയാണ്. അപ്പൊ അങ്ങനെ ആ ബലിപീഠത്തിലേക്ക് തന്നെ ചേർത്ത് യാഗപീഠത്തിന്റെ കൊമ്പുകളിലേക്ക് കെട്ടിയിരിക്കുന്ന ഒരുവന് വെളിപ്പാടുകൾ ലഭിക്കുകയാണ്, പ്രകാശനം ലഭിക്കുകയാണ്. ലഭിക്കുന്ന പ്രകാശനം എന്താ? സൽഗുണപൂർണനായ പിതാവിനെ കുറിച്ചുള്ള പ്രകാശനം. ആ സമർപ്പണത്തിലേക്ക് വന്നവന് പിതാവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ, ബോധ്യങ്ങൾ പുത്രൻ കൊടുക്കുകയാണ്. അതാണ് ആ വാക്യത്തിന്റെ പ്രത്യേകത. പിതാവ് പുത്രനെ വെളിപ്പെടുത്തുന്നു, പുത്രൻ പിതാവിനെ അവരുടെ മുമ്പാകെ തുറന്നു കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ വീണ്ടെടുപ്പിൻ പ്രക്രിയയിലേക്ക് കടന്നു വരുന്ന ഒരു പാപിയോടുള്ള ബന്ധത്തില് അവിടെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തി അഥവാ തൃത്വം ചലിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. പിതാവ് ആകർഷിക്കുന്നു പുത്രന്റെ ക്രൂശിങ്കിലേക്ക്, പരിശുദ്ധാത്മാവ് പാവബോധം കൊടുക്കുന്നു. അങ്ങനെയാണ് ഒരു പാപി ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിരപ്പിക്കപ്പെടുകയാണല്ലോ, റിക്കൺസൈൽ ചെയ്യപ്പെടുകയാണ് അവിടെ. അപ്പൊ അങ്ങനെ അതിനുശേഷം ആ വ്യക്തി ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ആഴത്തിൽ അറിയുന്നു, മനസ്സിലാക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നീട് നമ്മൾ മറ്റൊരു ആംഗിളിൽ നിന്ന് കണ്ടിട്ടുള്ള കാര്യമാണ്, ആ വ്യക്തി അനുദിനം ക്രൂശെടുക്കുകയാണ്. ഇസ്രായേലിന്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അവർ മൂവ് ചെയ്യുമ്പോൾ യാഗപീഠം ചുമലിൽ ചുമന്നുകൊണ്ടാണ് പോകുന്നത്. കെഹാത്യർ അവിടെ നമുക്ക് നിഴലായി നിൽക്കുകയാണ്. കെഹാത്യർ യാഗപീഠം ചുമലിൽ ചുമക്കുകയാണ്. നമ്മൾ കണ്ടത് എന്താ? ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയാണ് യാഗപീഠത്തിലൂടെ നമ്മൾ കാണുന്നത്. യാഗപീഠം കവർ ചെയ്തുകൊണ്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ ഏതേതെല്ലാം മൂടുശീലകളാണ് ഇടേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. യാഗപീഠത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു, മേഘം നീങ്ങുന്നതിനനുസരിച്ച് അവർ മുൻപോട്ട് മാർച്ച് ചെയ്യേണ്ടതുണ്ട്. യാഗപീഠത്തിൽ നിന്ന് തീക്കലശത്തിലേക്ക് മാറ്റുന്നു, അഥവാ ഫയർ പാനിലേക്ക് മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് യാഗപീഠത്തിലെ ആശസ് അഥവാ ചാരം എടുത്ത് മാറ്റിയതിനു ശേഷം, അഥവാ വെണ്ണീർ എടുത്ത് മാറ്റിയതിനു ശേഷം അവിടെ ധൂമ്രശീല വിരിക്കുന്നു. അതിനു മുകളിൽ പിന്നീട് തകശുതോൽ വിരിക്കുന്ന കാര്യമൊക്കെ അവിടെയുണ്ട്. ഞാൻ ഓടിച്ചു പറയാണ്, തകശുതോലാണ് ഏറ്റവും പുറത്തു വരുന്നത്. തകശുതോൽ എന്തിനെ കാണിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിലെ സഫറിങ് ആൻഡ് പെർസിക്യൂഷൻ, കഷ്ടങ്ങളെയും ഉപദ്രവങ്ങളെയും ഒക്കെയാണ് അത് കാണിക്കുന്നത്. അതിനകത്ത് നിന്നയും അവമാനമൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോ യാഗപീഠം ചുമന്നുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി നിന്ന വഹിക്കുന്ന അവസ്ഥയാണ്. അതായത് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ അതിന്റെ ആൻസർ ഉണ്ട്. നാം ക്രിസ്തുവിന്റെ നിന്ന വഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക എന്നാ പറയുന്നത്. ക്രിസ്തുവിന്റെ നിന്ന വഹിച്ചുകൊണ്ട് ചെല്ലാനാണ് പറയുന്നത്. അതായത് ലോകം തള്ളിയ കല്ലായ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നാമും വന്നു കഴിഞ്ഞാൽ നിശ്ചയമായും ലോകം നമ്മയും തള്ളും, ലോകം നമ്മയും വെടക്കുന്നെണ്ണും. കർത്താവ് പറഞ്ഞു, ലോകം എന്നെ പകച്ചു, അത് നിങ്ങളെയും പകയ്ക്കും. ലോകം നമ്മളെ പകയ്ക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളുക, നമ്മൾ ആ ദൈവ പൈതൽ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസിൽ നിന്ന് താഴെ പോയി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ലോകം നമ്മളെ അശേഷം പകയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ദൈവമക്കളാവും? ലോകം ക്രിസ്തുവിനെ ഇന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ലോകം തള്ളിയ കല്ലെന്നാണ് അപ്പസ്വലന്മാര് പറഞ്ഞിരിക്കുന്നത്. അവര് വെറും വാക്കു പറയൂ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതി വെച്ചിരിക്കുകയാണ് ലോകം തള്ളിയ കല്ലെന്ന്. നമ്മൾ സാധാരണ ഓടിച്ചു വായിച്ചു വിടാറേ ഉള്ളൂ, അവിടെ നിന്നൊന്നും അങ്ങനെ ധ്യാനിക്കാറില്ല. അവിടെ ഒരു സെക്കൻഡ് നിന്ന് നോക്കി, ആ ഒരു വാക്യത്തിൽ 1 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യം 5-ാം വാക്യം മറ്റോ ലോകം തള്ളിയ കല്ല്. അത് കഴിഞ്ഞ കാലത്തും ഈ കാലത്തും ഒക്കെ അങ്ങനെ തന്നെയാണ്, ലോകം തള്ളിയ കല്ലാണ്. അപ്പൊ ആ കല്ലിനടുക്കിലേക്ക് ആര് വന്നാലും ലോകം അവരെയും തള്ളും, അവരെയും വിടക്കുന്നെണ്ണും. പക്ഷെ ആ കല്ലിനടുക്കൽ വന്നിട്ട് വേണം നമുക്ക് ജീവൻ പ്രാപിക്കാൻ. നാം ജീവൻ പ്രാപിച്ചത് ആ കല്ലിനടുക്കൽ വന്നിട്ടല്ലേ. അങ്ങനെ ജീവൻ പ്രാപിച്ച നാം അനുദിനം ക്രൂശെടുത്താണ് മുൻപോട്ട് പോകുന്നത്. അതായത് ക്രൂശിന്റെ വചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ക്രൂശിന്റെ വചനത്തിനനുസരിച്ച് ക്രൂശിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് നിശ്ചയമായും ലോകം നമ്മളെ പകയ്ക്കും, നിന്ന് നമ്മൾ വഹിക്കുകയാണ്. അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ അതിന്റെ 24-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും
ഇസ്രയേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. നോക്കണം, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. അവിടെ ക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല. ഉണ്ടോ? അവിടെ ക്രിസ്തു വെളിപ്പെട്ടിട്ടില്ല. മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ജൂനിയർ ഫറവോയായിട്ട് ഇരിക്കേണ്ട ആളാണ്. എന്നാല് താൻ അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ മിസ്രൈം വിട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമി വഴിയായി മുൻപോട്ട് സഞ്ചരിച്ചു പോകുമ്പോൾ അവരുടെ ചുമലിൽ യാഗപീഠമുണ്ട്. ഈ പറയപ്പെട്ട ഉപകരണങ്ങളെല്ലാം ഉണ്ട്. വിശേഷാൽ യാഗപീഠം അവരുടെ ചുമലിലുണ്ട്. അങ്ങനെ യാഗപീഠം ചുമന്നുകൊണ്ട് അവർ പോകുമ്പോൾ ആ കാഴ്ചയെ പറഞ്ഞത്, യാഗപീഠത്തിന്റെ അകത്ത് ധൂമ്രശീലയാണെങ്കിൽ യാഗപീഠത്തിന്റെ പുറത്ത് കാണുന്നത് തകശുതോലാണ്. അപ്പം അങ്ങനെ ആ തകശുതോലിട്ടിരിക്കുന്ന യാഗപീഠവും ചുമന്നുകൊണ്ടാണ് ഇസ്രായേല് മുൻപോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന അവരോട് ചേർന്ന് നടക്കുന്ന അവരുടെ നായകനാണ് മോശ. ആ മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ ജൂനിയർ ഫറവോയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കാതെ ചുമന്നുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് മരുഭൂമി വഴിയായി. ആ പോകുന്ന പോക്കിനെയാ പറയുന്നത് ക്രിസ്തുവിന്റെ നിന്ന വഹിക്കുകയാണ്. അതേ കാര്യമാണ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 13:12 എന്താ വായിക്കുന്നത്? ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. അന്ന് മോശയും ഇസ്രായേലും യാഗപീഠം ചുമന്നുകൊണ്ട് പോവുകയാണ്. ആ യാഗപീഠം എന്തിനാ കാണിക്കുന്നത്? കാൽവറിയിലെ ക്രൂശിനെയാ കാണിക്കുന്നത്. അനുദിന ജീവിതത്തിൽ ക്രൂശ് എടുക്കുന്ന ഒരു പുതിയ നിയമ ഭക്തൻ ക്രിസ്തുവിന്റെ നിന്നയാണ് വഹിക്കുന്നത്. അതിന്റെ നിഴലെന്നോണം നമ്മൾ വായിക്കുകയാണ് മോശ ക്രിസ്തുവിന്റെ നിന്ന വഹിച്ചെന്ന്. അപ്പോ പഴയ നിയമത്തിൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കുകയാണ് സഹോദരങ്ങളെ. സമാഗമന കൂടാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ യാഗപീഠം മുതൽ അതിപരിശുദ്ധ സ്ഥലം വരെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം ക്രിസ്തു നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ആദ്യം സമാഗമന കൂടാരത്തിന്റെ പഠനത്തിലേക്ക് വന്നപ്പോ ആ സമയത്ത് നമ്മുടെ ധ്യാനത്തിന് നമ്മൾ കൊടുത്ത ടൈറ്റിൽ എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ മഹത്വം എന്നുള്ളതാണ് നമ്മൾ അന്ന് കൊടുത്ത ഒരു ടൈറ്റില്. സമാഗമന കൂടാരത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ് അല്ലെങ്കിൽ ആ മഹത്വം എന്നാണെന്ന് പറഞ്ഞത്. അപ്പൊ ക്രിസ്തു അവിടെ നിറഞ്ഞിരിക്കുകയാണ്, ആ മഹത്വം മറഞ്ഞിരിക്കുകയാണ്, അത് വെളിപ്പെട്ടിട്ടില്ലെന്ന് മാത്രം. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളുടെ മെസ്സേജ് കേട്ടിട്ട് ഒരു ബിരുദൻ സാമൂഹ്യ മാധ്യമത്തിൽ പുള്ളി ഒരു പോസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ക്രിസ്തു പഴയ നിയമത്തിൽ ഇല്ലെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാര് ഇപ്പോ വന്നിരിക്കുകയാണ്. ക്രിസ്തു പഴയ നിയമത്തിൽ ഇല്ലെന്നൊക്കെ പറഞ്ഞാണ് അവർ വന്നിരിക്കുന്നത്. പുതിയ ദുരുപദേശമാണെന്ന് തോന്നുന്നു. ഇവര് ഏത് ചെവി കൊണ്ടാണ് ഇതൊക്കെ കേൾക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ക്രിസ്തു പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്, ക്രിസ്തു എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കുകയാണ്. ആ ക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയില്ലെന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അതല്ലേ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ പറയാ, ഏറിയ കണ്ണുകൾ കാണുവാൻ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ കാണുന്നു. ഏറിയ കണ്ണുകൾ, അതായത് രാജാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ കാണുവാനും കേൾപ്പാനും ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾ കാണുന്നു, നിങ്ങൾ കേൾക്കുന്നു. അവർക്കാർക്കും ആ നിലയിൽ കാണാനായിട്ട് പറ്റിയില്ല. തുടർന്ന് നമ്മൾ പറഞ്ഞു വരുമ്പോ ആ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു മിനിമം ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ക്രിസ്തു പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്നു, പക്ഷേ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. മോശയോട് ചോദിച്ച മോശയ്ക്ക് അറിയാമായിരുന്നോ താൻ ക്രിസ്തുവിന്റെ നിന്നയെ വഹിക്കുന്നതെന്ന്? ഈ കാര്യം എഴുതിയിരിക്കുന്ന പുറപ്പാട് പുസ്തകത്തിലോ ഉൽപ്പത്തി പുസ്തകത്തിലൊന്നും അല്ല. ഇത് എഴുതിയിരിക്കുന്നത് എബ്രായ ലേഖനത്തിലാണ്, പുതിയ നിയമത്തിലാണ് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് മോശ ക്രിസ്തുവിന്റെ നിന്ന വഹിച്ചെന്നുള്ളത്. അതുപോലെ അവർക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറ, ആ പാറ ആരായിരുന്നെന്നാണ് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. ആ പിളർന്നത് ആ പാറ ക്രിസ്തുവാണ്. എന്നാലും മോശയ്ക്ക് മനസ്സിലായോ താന് ദൈവകൽപ്പനയാൽ ആ പാറയെ അടിച്ചു രഫീദീമിലെ. ആ പാറ പിളർക്കപ്പെട്ടു. ആ പിളർക്കപ്പെട്ട പാറ എന്ന് പറയുന്നത് ക്രിസ്തുവിനെയാണ് ദ്യോതിപ്പിക്കുന്നത് എന്നുള്ളത് മോശയ്ക്ക് മനസ്സിലായോ? മോശയ്ക്ക് മനസ്സിലായില്ല. ദൈവകൽപ്പനയ്ക്ക് അനുസരിച്ച് താൻ പാറയെ അടിച്ചു, അത്ര തന്നെ. അതുപോലെ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത്? അതെല്ലാം ക്രിസ്തുവുമായി അവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പഴയ നിയമവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ക്രിസ്തു നിറഞ്ഞു നിൽക്കുകയാണ്, പക്ഷെ അവർക്ക് മനസ്സിലായില്ലെന്നാ പറയുന്നത്. ഇതിൽ കൂടുതൽ എങ്ങനെ പറയും സഹോദരങ്ങളെ? എനിക്ക് മനസ്സിലാകുന്നില്ല.
ഇനി ഇത് കേട്ടിട്ട് അടുത്ത ദിവസം വേറെ ഏതെങ്കിലും ഒരു ബിരുദം വരും. ക്രിസ്തു ഇല്ലെന്നാ ഇവർ പറയുന്നതെന്നൊക്കെ. പഴയ നിയമത്തിൽ ക്രിസ്തു ഇല്ലെന്നൊന്നും അല്ല നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞതിന്റെ ഒക്കെ സാരം അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി വെളിയിലുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവോ ഇല്ലയോ എനിക്കറിയില്ല. അവരെ മനസ്സിലാക്കിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം ഒരു നിഷ്കളങ്ക ഹൃദയത്തോടും അന്വേഷണാത്മകതയോടും കൂടിയല്ല പലരും സമീപിക്കുന്നത്. പലരും ഇതൊക്കെ കേട്ടിട്ട് അതിനകത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ കിട്ടുമോ എന്നുള്ള നിലയിലാണ് ചിന്തിക്കുന്നത്. അതിനൊന്നും വിരോധമില്ല. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മരണം വരെ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് ഇരിക്കുകയുള്ളൂ. ഈ വെളിപ്പാടുകളിലേക്ക് എത്താനായിട്ട് സാധിക്കില്ല. തകർന്നുറങ്ങിയ ഹൃദയത്തോടെ ഈ കാര്യത്തോട് സമീപിക്കാത്ത ഒരാൾക്കും സ്വർഗത്തിൽ ദൈവം ഇതൊന്നും വെളിപ്പെടുത്തി കൊടുക്കില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ ക്രിസ്തുവിന്റെ നിന്ന വഹിച്ച കാര്യം കണ്ടു. അതുപോലെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരികയാണ്. ഓരോരോ കാര്യങ്ങൾ. ഇത് വളരെ ഗൗരവതരമായ ഒരു പഠനമാണ്, അല്ലേ? ഈ പഠനം എന്ന് പറയുന്നത് ഗൗരവമായ പഠനമാണ്. പെട്ടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം അതിന് അർത്ഥങ്ങളും ഗൗരവതരമായ അർത്ഥങ്ങളും ആഴങ്ങളും ഉണ്ട്. വെറുതെ ഒന്നും പറഞ്ഞു വെച്ചിട്ടില്ല. വെറുതെ പറയുവോ? ഇപ്പോ ഫോർ എക്സാമ്പിൾ ഖദിരമരം. ഫോർ എക്സാമ്പിൾ ഈ പെട്ടകം ഉണ്ടാക്കുന്നത് ഖദിരമരം കൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം വേറെ ഒത്തിരി മരങ്ങൾ ആ നാട്ടിലുണ്ട്. മിസ്രൈമിൽ മരങ്ങളൊക്കെ ഉള്ള നാടല്ലേ? അവിടെ നിന്ന് പോന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് പറയാൻ പാടില്ലായിരുന്നോ? ഒരു 2 ലോഡ് ഈട്ടിയും ഒരു 2 ലോഡ് തേക്കും 1 ലോഡ് ആഞ്ഞിലിയും വെട്ടിയാരെ. അതൊക്കെ കാളവണ്ടിപ്പുറത്ത് കയറ്റിക്കോ. അതൊക്കെ കാളവണ്ടിപ്പുറത്ത് കയറ്റിക്കോ, നമുക്ക് മരുഭൂമി ചെന്നിട്ട് പരിപാടിയുണ്ട്. അങ്ങനെ വല്ലതും പറഞ്ഞോ? ആ മരുഭൂമിയിൽ നിന്ന് തന്നെയാണ് ഖദിരമരം വെട്ടിയെടുക്കുന്നത്. ആ ഖദിരമരത്തിന്റെ പ്രത്യേകതകളുണ്ട്. അതുപോലെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ മുഴുവനും തനി തങ്കം കൊണ്ടുള്ള പണിയാണ്. പ്യുവർ ഗോൾഡ് കൊണ്ടുള്ള പണികളാണ്. അതേസമയം പ്രാകാരത്തിൽ വരുമ്പോൾ അവിടെ താമ്രം കൊണ്ടുള്ള പണികളാണ്. വ്യത്യാസങ്ങളല്ലേ? അത് ഈ കൂടാരത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ട വിശേഷാൽ അതിപരിശുദ്ധ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതിനെല്ലാം വളരെ ഗൗരവമാണ്, വളരെ ആഴങ്ങളുണ്ട്. ഇത് കുഞ്ഞുകളിയല്ല, വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഒരാൾ പുതുതായിട്ടൊക്കെ കേൾക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പെട്ടെന്നൊന്നും ഗ്രഹിക്കാൻ കഴിയില്ലെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതിനൊരു ആരംഭം കുറിക്കപ്പെടണം. ആരംഭം കുറിക്കപ്പെട്ട് ദൈവസഭയെക്കുറിച്ചും അതുപോലെ ക്രിസ്തുവിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അനവധി കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം പറഞ്ഞു വന്നിട്ട് പെട്ടകത്തിലേക്ക് വന്നു. പെട്ടകത്തിന്റെ ആഴങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോഴാണ് ക്ലിക്കാകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു, ഇന്നും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വെച്ചു, പെട്ടകം ഖദിരമരം കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അതിന്റെ അകത്തും പുറത്തും ഗോൾഡ് കൊണ്ട് കവർ ചെയ്യേണ്ടതുണ്ട്. ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വം അവിടെ മറിഞ്ഞിരിക്കുന്നു. ദൈവത്വമാണ് പഴയ നിയമത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1:14, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. എന്താ വായിച്ചത്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഞങ്ങൾ കണ്ടു. അതിനെക്കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് പറയുന്നത്. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ, ഞങ്ങൾ അവനോടുകൂടെ തിന്നുകുടിച്ചവർ. എങ്ങനെയാ? ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ, ഞങ്ങൾ അവനോടുകൂടെ തിന്നുകുടിച്ചവർ. ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതുമായ കാര്യങ്ങൾ എങ്ങനെ പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുമെന്നൊക്കെയല്ലേ ചോദിക്കുന്നത്. ഇസ്രായേലിന്റെ നടുവിലുള്ള പ്രമാണിമാരൊന്നും അല്ല ഇവരാരും. പത്രോസ്, യോഹന്നാൻ, യാക്കോബും സൻഹദ്രീൻ സംഘത്തിലുള്ളവരാണോ? അവര് സദൂക്യ പക്ഷത്തുള്ളവരുമല്ല, പരീശ പക്ഷത്തുള്ളവരുമല്ല, അവര് ശാസ്ത്രിമാരുമല്ല, അവരങ്ങനെയുള്ള ആരുമല്ല. അവരാരും ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവരുമല്ല. അങ്ങനെ പഠിക്കാൻ അവസരം കിട്ടിയ ഒരാളെന്ന് പറയുന്നത് പൗലോസാണ്. ബാക്കി ശിഷ്യന്മാർക്കൊന്നും അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അവരെല്ലാം സാധാരണ മനുഷ്യരാണ്, മീൻപിടുത്തക്കാരാണ്, അല്ലെ? സമൂഹത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരോ എലൈറ്റ് ഗ്രൂപ്പ് ഒന്നുമല്ല, അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല, സാധാരണക്കാരാണ്. അവര് പറയാണ്, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന്. ഞങ്ങൾ കണ്ടെന്നാ പറയുന്നത്. പക്ഷെ ഇസ്രായേലിൽ ബഹുഭൂരിപക്ഷം പേർക്കും കാണാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങൾ, ഒരു സെക്കൻഡ് അവിടെ നിന്നൊന്ന് ചിന്തിച്ചേ. ഇന്നും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ എത്ര അത്യാവേശത്തോടു കൂടിയാണ് ഈ വചനത്തെ സമീപിക്കുന്നത്. എന്നാൽ നമ്മൾ പറയുന്ന നസ്രാണി ലോകം, അതായത് നെയിംസേക്ക് ക്രിസ്ത്യൻസ്, അവരാരെങ്കിലും ഈ വിഷയങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരാരും ചിന്തിക്കുന്നില്ല.
ഇപ്പൊ നമ്മുടെ ഇടയിൽ കാത്തലിക്സ് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, മർത്തോമയുണ്ട്, CSI, ഇവാഞ്ചലിക്കൽ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി ഗ്രൂപ്പുകളുണ്ട്. ഇവരുടെ ആരുടെയെങ്കിലും പള്ളിയിൽ ഈ പെട്ടകത്തെ കുറിച്ച് ഇങ്ങനെ ഒരു പഠനം പഠിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെ പറയാ, മേൽപ്പറയപ്പെട്ട ആളുകളുടെയൊക്കെ പള്ളിയിൽ എന്തെങ്കിലും ധ്യാനത്തോടുള്ള ബന്ധത്തിലോ കുർബാന മധ്യത്തിലോ അവരുടെ എന്തെങ്കിലും മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിലോ ഒക്കെ നമ്മൾ ഇങ്ങനെ ഈ ധ്യാനിക്കുന്ന പോലത്തെ ടോപ്പിക്കുകളൊക്കെ എടുത്ത് അങ്ങനെ അവർ ചിന്തിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മിൽ പലരും ഇങ്ങനെയുള്ള കൂട്ടങ്ങളിൽ നിന്ന് വന്നവരല്ലേ. നിങ്ങൾ ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വരുന്നതിന് മുമ്പ് സമാഗമന കൂടാരത്തെ കുറിച്ചോ പെട്ടകത്തെ കുറിച്ചോ യാഗപീഠത്തെ കുറിച്ചോ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ ബോണിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡ് കേട്ടിട്ടുണ്ടെന്നാണോ പറയാൻ വന്നേ? ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. നമ്മുടെ ബോണിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ബോണിയുടെ വീട്ടിലാണെങ്കിൽ സ്വന്തമായിട്ട് മെത്രാൻ വരെയുള്ള ആളാ. കുഞ്ഞുകളിയല്ല കേട്ടോ, മെത്രാൻ. ഒരു മെത്രാനെ സ്വന്തമായിട്ട് വീട്ടിൽ വെച്ചിരിക്കുക. മെത്രാൻ സ്വന്തമായിട്ടുള്ള ബോണിയോട് ചോദിച്ചാൽ ബോണിക്ക് അറിയാവോ? ബോണി ഇങ്ങനെയുള്ള കാര്യമല്ലോ കേട്ടിട്ടുണ്ടാവോ? ഒന്ന് ചോദിച്ചു നോക്കിയാലോ കേട്ടോ. സ്വന്തമായി മെത്രാനുള്ള വീട്ടിലെ കൊച്ചനായി പറയുന്നത്, ഞാനൊന്നും കേട്ടിട്ടില്ലെന്ന്. എത്ര ഈസി ആയിട്ടാ പറയുന്നത്. അപ്പൊ അച്ഛനും കപ്പിയാർക്കും മെത്രാനും ഒക്കെ എന്നാ പണി? നോക്കണം, ഈ വിഷയം നമ്മൾ ചിന്തിച്ചും പഠിച്ചും വരുമ്പോഴാണ് ഇതിന്റെ ആഴം അത്ര ഭയങ്കര ആഴമാണ്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നുമായിരിക്കും, ഓ, നമുക്ക് കൃപയാൽ ഇതൊക്കെ ദൈവം വെളിപ്പെടുത്തി തന്നല്ലോ എന്ന്. നമ്മളും എന്ത് മനസ്സിലാക്കിയെന്ന ഈ പറയുന്നത്? അതായത് 1 കൊരിന്ത്യർ ലേഖനം 13:9 ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 13:9 ഇപ്പൊ വായിച്ചത്. അതായത് 13-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലേ. സ്നേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാണ്. അതൊക്കെ പറഞ്ഞിട്ട് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാണ്, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. അംശമായി അറിയുന്നതിനെ കുറിച്ചും അംശമായി പ്രവചിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അതിലെ ആ ഒരു വാക്ക് മാത്രം ഒന്ന് പുറത്തെടുക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. നമ്മൾ പാർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മളും ഇതിന്റെ ആഴങ്ങളെല്ലാം അറിഞ്ഞവരല്ല. സ്വർഗത്തിലെ ദൈവത്തിന് കരുണ തോന്നിയിട്ട് കുറച്ച് കാര്യം നമുക്ക് വെളിപ്പെടുത്തി തന്നു, അത്രേ ഉള്ളൂ. എന്തൊക്കെയോ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹവും അഭിലാഷവും ആ ദാഹവും ഒക്കെ കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷെ നമുക്ക് ഇങ്ങനെ തുറന്നു തന്നത്. ഈ വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച്, അവിടുത്തെ ദൈവത്വത്തെ കുറിച്ചും മനുഷ്യത്വത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞ മെസ്സേജ് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ മെസ്സേജ് തുറന്ന് കേൾക്കുക പോലും ചെയ്യാതെ അതിന്റെ പരിസരത്തൂടെ ആളുകൾ ഓടിപ്പോയിട്ടുണ്ട്. ആളുകൾ ഓടിപ്പോകും നമുക്ക് ആത്മാവിൽ കാണാം. കാരണം ഇങ്ങനത്തെ ടോപ്പിക്ക് ഞങ്ങൾക്ക് കേൾക്കണ്ടെന്ന് ആളുകൾ പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നമ്മൾ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു മെസ്സേജ് പറഞ്ഞു, അതൊക്കെ ഒത്തിരി പേര് കേട്ടിട്ടുണ്ട്. കാര്യമാത്ര പ്രസക്തി ഇല്ലെന്നല്ല, എന്നാൽ നമ്മൾ കഴിഞ്ഞ സൺഡേയിൽ ധ്യാനിച്ച വിഷയത്തിന് മുമ്പിൽ പൊളിറ്റിക്സും ആ നേതാവ് അങ്ങനെ പറഞ്ഞു, ഈ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, അതിനൊക്കെ വല്ല പ്രസക്തി ഉണ്ടോ? അതൊന്നും ആ മെസ്സേജിന്റെ മുമ്പിൽ നിൽക്കില്ലെന്നേ. ക്രിസ്തുവിനെ ധ്യാനിക്കുകയായിരുന്നു നമ്മൾ, അവിടുത്തെ ദൈവത്വവും മനുഷ്യത്വവും. പഴയ നിയമത്തിലേക്ക് നോക്കിയപ്പോൾ അത് തന്റെ മനുഷ്യത്വം മറിഞ്ഞിരിക്കുന്നു. അതേസമയം ബത്ലഹേം, ആ ബത്ലഹേമിലേക്ക് വന്നപ്പോ തന്റെ മഹത്വം മറച്ചു വെച്ചിട്ട്, മഹത്വം ഉരിഞ്ഞു കളഞ്ഞൊന്നുമില്ല, ആ മഹത്വം മറച്ചു വെച്ചിട്ട് വേഷാൽ മനുഷ്യനായി നമ്മുടെ ഇടയിലൂടെ നടന്നു. അത് ചെറിയ കാര്യമാണോ? അതൊക്കെ ധ്യാനിക്കുമ്പോ അതാണ് ഈ വായിച്ചത്. നമ്മള് അംശമായിട്ടേ അറിയുന്നുള്ളൂ, മുഴുവനായിട്ടും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഒരളവിൽ സ്വർഗത്തിലെ ദൈവത്തിന് കരുണ തോന്നിയിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നു. എന്നാലും പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ അവർക്ക് നമുക്ക് വെളിപ്പെട്ടതുപോലെ അത്രയും അവർക്കും വെളിപ്പെട്ടില്ല. നിങ്ങൾ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിച്ചേ. സമാഗമന കൂടാരത്തിന്റെ നിർമ്മിതിയോടുള്ള ബന്ധത്തില് മോശയാണ് മുൻപോട്ട് വരുന്നത്. ആ കൂടാരം നിർമ്മിച്ചതിന് ശേഷം അതിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് അഹരോനാണ്. ഈ കൂടാരവും കൂടാരത്തോടനുബന്ധിച്ച് പെട്ടകം കതിരമരം കൊണ്ടൊക്കെ ഉണ്ടാക്കി അതിൽ പൊന്നുകൊണ്ട് കവർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മോശയ്ക്ക് എന്തെങ്കിലും മനസ്സിലായി കാണുമോ? ഇത് വലിയ വെളിപ്പാടുകളാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നതെന്ന് മോശയ്ക്ക് എന്തെങ്കിലും മനസ്സിലായി കാണുമോ? നിങ്ങളുടെ ചിന്ത എന്താ? മോശയ്ക്ക് അതൊന്നും മനസ്സിലായിരുന്നില്ല. ഇനി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വരാം. മഹാപുരോഹിതനായ അഹറോൻ അതിപരിശുദ്ധ സ്ഥലത്ത് വന്ന് ഈ പെട്ടകത്തിന് മുമ്പിൽ ധൂപം കാണിക്കുന്നു, കൃപാസനത്തിൽ രക്തം തളിക്കുന്നു. ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോഴും അഹറോന് വെളിപ്പാടുകൾ വല്ലതും ലഭിച്ചോ?
ഈ ആരാധന സ്വീകരിക്കുന്ന, ഈ മഹത്വത്തിൽ വസിക്കുന്നവൻ ഒരിക്കൽ മഹത്വം മറച്ചുവെച്ച് മനുഷ്യവേഷത്തിൽ ഭൂമിയിലേക്ക് വരുമെന്നുള്ളത് അഹരോന് വെളിപ്പെട്ടോ? അവർക്കാർക്കും വെളിപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കൊരിന്ത്യലേഖനത്തിലെ വാക്യത്തിൽ നിന്ന് ഇങ്ങനെ സൂചിപ്പിച്ചത്. പാർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഭാഗികമായി അഥവാ അംശമായി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കിയില്ല. എന്നാൽ മറ്റു പലർക്കും മനസ്സിലായതിനേക്കാളും അപ്പുറം നമ്മൾ മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞതിന് അതൊരു കൺഫ്യൂഷൻ വരരുത്. അതായത് ഇന്ന് ചുറ്റുപാടുമുള്ള ലോകത്തെ ആളുകൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നു. ഈ വിശുദ്ധ തിരുവെഴുത്ത് കയ്യിൽ ഏന്തിക്കൊണ്ട് നമ്മൾ പറയാണ്, ഇതൊരു സാഗരമാണ്. ഈ സാഗരത്തിന്റെ ആഴവും അടിത്തട്ടും ഒന്നും നമ്മൾ കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. പത്രോസ്, യോഹന്നാനും യാക്കോബും പറഞ്ഞു, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളെന്ന്. ഞങ്ങൾ അവനോടുകൂടെ സഞ്ചരിച്ചവർ, ഞങ്ങൾ അവനോടുകൂടെ തിന്നുകുടിച്ചവരെന്ന്. നമ്മളെ സംബന്ധിച്ച് നമ്മളിന്ന് വെളിപ്പാടിലാണ് ഇതൊക്കെ കാണുന്നത്. ആ വെളിപ്പാടിൽ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴുമാണ് നമ്മൾ ആ വെളിപ്പാടിൽ കണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. നമ്മളും അംശമായിട്ടേ കണ്ടിട്ടുള്ളൂ. സമ്പൂർണമായും നമ്മളും കണ്ടിട്ടില്ല. അത് കാണാനിരിക്കുന്നേ ഉള്ളൂ. മുഖാമുഖം കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ. അതിനോടനുബന്ധിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. 1 Kings chapter 10 verse 6 and 7. അതായത് ശലോമോന്റെ കൊട്ടാരത്തിലേക്ക് ശേബാരാജ്ഞി വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വാക്യം നിൽക്കുന്നത്. ആ വാക്യം ഒന്ന് വായിക്കാം. അവൾ രാജാവിനോട് പറഞ്ഞെന്തെന്നാൽ, നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എന്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ. ഞാൻ വന്ന് എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല. എന്നാൽ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ കേട്ട കീർത്തിയേക്കാൾ ജ്ഞാനവും ധനവും അധികമാകും. ഈ വായിച്ച വാക്യം ശലോമോന്റെ കീർത്തി ദേശത്തെല്ലാം പരന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കേട്ടിട്ടുള്ള ശേബാരാജ്ഞി തന്റെ മുമ്പാകെ വരികയാണ്. വന്നിട്ട് 6-7 വാക്യത്തില് വായിച്ചത് കേട്ടല്ലോ. അവൾ രാജാവിനോട് പറഞ്ഞത് എന്തെന്നാൽ, നിന്റെ കാര്യങ്ങളെയും ജ്ഞാനത്തെയും കുറിച്ച് ഞാൻ എന്റെ ദേശത്ത് വെച്ച് കേട്ട വർത്തമാനം സത്യം തന്നെ. ഞാൻ വന്ന് എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ ആ വർത്തമാനം വിശ്വസിച്ചില്ല. എന്നാൽ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ അവള് പറയുന്നത് എന്താ? ശിവരാജ്ഞി പറയുന്നത് എന്താ? ഞാൻ പാതി പോലും അറിഞ്ഞിരുന്നില്ല. നിന്നെക്കുറിച്ച് കേട്ട കേൾവിയും ആ കീർത്തിയൊക്കെ ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലെന്ന്. നമ്മുടെ പെന്തക്കോസുകാരുടെ ഇടയിലേക്ക് ചെന്നിട്ട് ക്രിസ്തുവിനെ കുറിച്ചും അവിടുത്തെ മഹത്വത്തെ കുറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ കഴിയും? എല്ലാവർക്കും അറിയാവുന്ന പൊതുവായ ചില കാര്യങ്ങളുണ്ട്. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു നസ്രയത്തിൽ ജോസഫിന്റെയും മറിയയുടെയും വീട്ടില് ഭൂജാതനായി എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും പറയും. പിന്നത്തേതില് പൊന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതെല്ലാം പറയും. പക്ഷെ തന്റെ ദൈവത്വത്തെ കുറിച്ചും മനുഷ്യത്വത്തെ കുറിച്ചും അങ്ങനെ ആ കാര്യങ്ങളുടെ ആഴങ്ങളെ കുറിച്ചും എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? നമ്മൾ ഒരു കൂട്ടായ്മയെ കടന്നു ചെന്നിട്ട് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ആളുകളെ മറുപടികൾ പറയുള്ളൂ. എല്ലാവരും മറുപടി പറയില്ല. അവിടുത്തെ ഭയങ്കര പ്രാർത്ഥനക്കാരി സഹോദരിയും ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ഉറഞ്ഞു തൊള്ളുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ നെറ്റി ചുളിയും. അതായത് ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും കുറിച്ച് ചോദിച്ചാൽ ആ മനുഷ്യത്വത്തിന് അന്തമുണ്ടോ, അതെങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരനുമായിട്ട് ഞാൻ സംസാരിക്കാനിടയായി മെസ്സേജ് കേട്ടതിന് ശേഷം സ്വാഭാവികമായിട്ടും അദ്ദേഹം വന്ന പശ്ചാത്തലത്തിൽ നിന്ന് അദ്ദേഹം വചനം പഠിക്കുന്നയാളാണ്. അദ്ദേഹത്തിന് സംശയം വന്നു. നമ്മൾ പറഞ്ഞു വെച്ച കാര്യം ക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വം എന്നുള്ള വിഷയം. അപ്പൊ അതിൽ ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു, അതിന് ഞാൻ മറുപടി കൊടുത്തു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന് ആരംഭമുണ്ട്, പക്ഷെ മനുഷ്യത്വത്തിന് അവസാനമില്ല, അന്തമില്ല, അവസാനമില്ല. അപ്പം ക്രിസ്തു തന്റെ മനുഷ്യത്വത്തിൽ ഈ ഭൂമി വന്ന് മനുഷ്യനായി നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ചു. അതാണ് ക്രിസ്തു മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തുന്നപ്പോ യോഹന്നാനി വായിച്ചത്. അങ്ങനെ നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ച് 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന പോലെ എല്ലാവർക്കും വേണ്ടി അവൻ മറുവിലയായി തീർന്നു. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്നു. അതായത് മനുഷ്യർക്ക് വേണ്ടി മനുഷ്യനായ ക്രിസ്തുവാണ് മറുവിലയായി തീർന്നത്. ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മനുഷ്യപുത്രനാണ് അവിടെ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത്. മനുഷ്യപുത്രൻ, മനുഷ്യനായ ക്രിസ്തുവാണ് മരണം സഹിച്ചത്, അല്ലെ? മനുഷ്യനായ ക്രിസ്തുവാണ് മരണത്തിലേക്ക് കടന്നുപോയത്.
അതേസമയം കത്തോലിക്കര് പഠിപ്പിക്കുമ്പോൾ ദൈവം മരിച്ചെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ദൈവം ക്രൂശിക്കപ്പെട്ടു, ദൈവം മരിച്ചെന്ന്. ബാക്കി എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും വ്യത്യസ്തമായ നിലയിലാണ് ചിന്തിക്കുന്നത്. അതായത് മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെട്ടു, മനുഷ്യനായ ക്രിസ്തുവാണ് ക്രൂശിക്കപ്പെട്ടത്. ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ ആ സ്വരം എന്താ? എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞത് മനുഷ്യത്വത്തിലാണ്, അത് ദൈവത്വത്തിലല്ല പറയുന്നത്. ദൈവത്വം തന്നിലുണ്ട്, മറഞ്ഞിരിക്കുകയാണ്. ദൈവത്വം തന്നിലുണ്ട്, ദൈവത്വം മറഞ്ഞിരിക്കുകയാണ്. ദൈവത്വത്തിലല്ല ക്രൂശിച്ചത്, മനുഷ്യത്വത്തിലാണ് ക്രൂശിച്ചത്. കാരണം മനുഷ്യർക്ക് വേണ്ടി മനുഷ്യനായ ക്രിസ്തു, മനുഷ്യർക്ക് വേണ്ടി ഒരു മനുഷ്യനാണ് ആ ശിക്ഷ ഏറ്റെടുക്കേണ്ടത്. പ്രായശ്ചിത്തമാകേണ്ടത് അങ്ങനെയാണ്. ദൂതൻ വന്ന് ക്രൂശിക്കപ്പെട്ടിട്ടോ ദൈവം വന്ന് ക്രൂശിക്കപ്പെട്ടിട്ടോ കാര്യമില്ല. അതിന്റെ രീതികളായി പറഞ്ഞു വരുന്നത്. അപ്പൊ മനുഷ്യനായ ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനായി ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. മനുഷ്യപുത്രനാണ് ഉയർത്തെഴുന്നേറ്റ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തു മരിച്ചവനായിരുന്നു. റോമാലേഖനം 8:34 വായിച്ചേ. റോമൻസ് 8:34. ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യും. എന്നോടൊരു സഹോദരൻ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ ചോദ്യം, അതായത് ക്രിസ്തു ഇന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണല്ലോ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ തേജസ്സിൽ പിതാവിന്റെ വലഭാഗത്തുണ്ട്. ആ വലഭാഗത്തിരിക്കുന്ന ക്രിസ്തു തന്റെ ദൈവത്വത്തിലല്ലേ ഇരിക്കുന്നതെന്നുള്ളതാണ് ചോദ്യം. അതിന് മറുപടി ഞാൻ കൊടുത്തു. ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അതേസമയം ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ ഇന്ന് പിതാവിന്റെ വലഭാഗത്ത് മധ്യസ്ഥ അണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയാണ് അവിടെ കാണിക്കുന്നത്. മഹാപുരോഹിത ശുശ്രൂഷ, മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് മനുഷ്യനാണ്, അല്ലേ? നമ്മൾ സമാഗമന കൂടാരത്തിലേക്ക് വരുമ്പോൾ, യെരൂശലേം ദേവാലയത്തിലേക്ക് വരുമ്പോൾ അവിടെ മഹാപുരോഹിതൻ എന്ന് പറയുന്നത് മനുഷ്യനാണ്. അപ്പോ മനുഷ്യപുത്രനാണ് ആ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത്. തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു തന്റെ മനുഷ്യത്വത്തിലാണ് മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത്, തന്റെ സഭയ്ക്ക് വേണ്ടി. അതായത് മണവാളനായ ക്രിസ്തു മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. അതാണ് ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. തന്റെ മനുഷ്യത്വത്തിലാണ് അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നത് പിതാവിന്റെ സന്നിധിയിൽ. അപ്പൊ ഇന്ന് ക്രിസ്തു ആ മനുഷ്യത്വത്തിലും ദൈവത്വത്തിലുമാണ് അവിടെ ആയിരിക്കുന്നത്. താൻ സാക്ഷാൽ സത്യേക ദൈവമാണ്. അപ്പോൾ തന്നെ തന്നിൽ ആ മനുഷ്യത്വമുണ്ട്, അതിന് അന്തമില്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ മുൻപോട്ട് പോയതിനു ശേഷം വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു ഒരു വെള്ള കുതിരപ്പുറത്ത് ഈ ഭൂമിയിലേക്ക് വരികയാണ്. അങ്ങനെ ഈ ഭൂമിയിലേക്ക് വരുന്നു, ഒലിവുമലയിൽ കാല് ചവിട്ടുന്നു, എതിർ ക്രിസ്തുവിനെ ന്യായം വിധിക്കുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ തന്റെ തേജസ്സിന്റെ സിംഹാസനം വെച്ചുകൊണ്ട് താന് ഭരിക്കാൻ ആരംഭിക്കുന്നു. ക്രിസ്തുവിടെ 1000 വർഷം ഭരിക്കുന്നു എന്ന് പറയുന്നത് തന്റെ മനുഷ്യത്വത്തിലാണ് ഭരിക്കുന്നത്. ദൈവത്തെ ഉരിഞ്ഞു കളയാൻ പറ്റുമോ? അങ്ങനെ കളയാൻ പറ്റുന്നതല്ല. താന് സാക്ഷാൽ സത്യേക ദൈവമാണ്. അപ്പോൾ തന്നെ ഇവിടെ വെളിപ്പെട്ട് വരുന്നത് മനുഷ്യത്വത്തിലാണ്. 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം നമ്മുടെ മുമ്പിലുണ്ട്. ആ 25-ാം അധ്യായത്തില് ലോകത്തിലെ രാഷ്ട്രങ്ങളെ മുഴുവനും തന്റെ മുമ്പിൽ കൂട്ടിയിട്ട് ഒരു കൂട്ടം ആളുകളെ, ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തും കൂട്ടുമെന്നല്ലേ നമ്മൾ വായിക്കുന്നത്. അപ്പോ ഇടത്തു കൂട്ടിയിരിക്കുന്ന കോലാടുകളെ ശിക്ഷ വിധിച്ച് തീപ്പൊയ്കയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അതേസമയം വലത്തുള്ളവരോട് പറയാണ്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുവാൻ അവരോട് പറയാണ്. അങ്ങനെ അതിലേക്ക് പ്രവേശിക്കുന്ന ആ മനുഷ്യരൊക്കെ സാധാരണ മനുഷ്യരാണ്. വീണ്ടെടുക്കപ്പെട്ടവരോ തേജസ്കരിക്കപ്പെട്ടവരോ രൂപാന്തരം പ്രാപിച്ചവരോ ഒന്നുമല്ല. നമ്മുടെ ഈ ഭൂമിയിൽ ഇന്ന് കാണുന്ന പോലത്തെയുള്ള സാധാരണ മനുഷ്യർ. ആ സാധാരണ മനുഷ്യരുടെ അടുത്തേക്ക് അടുത്ത സെക്കൻഡുകളിൽ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതായത് അങ്ങനെയുള്ള സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് സാക്ഷാൽ സത്യേക ദൈവം തന്റെ ദൈവത്വത്തിൽ ഇറങ്ങി വന്ന എല്ലാം പുകഞ്ഞ് കരിഞ്ഞ് ചാമ്പലായി ഭസ്മമായി പോകും. അങ്ങനെ ഇറങ്ങി വരാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ടാണ് ആ മനുഷ്യത്വത്തിൽ വരുന്നത്. ആ മനുഷ്യത്വത്തിലാണ് ഈ 1000 വർഷവും ഭരിക്കുന്നത്. ആ ഭരണത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ ലോകത്തെ യേശുക്രിസ്തു നീതിയോടെ ന്യായം വിധിക്കുമെന്നാണ് വായിക്കുന്നത്. അങ്ങനെയല്ലേ? യെസ്, ഈ ലോകത്തെ യേശുക്രിസ്തു നീതിയോടെ ന്യായം വിധിക്കും.
ഈ വാക്യത്തിൽ കാണുന്നത് താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. അതായത് വലുവനായ ദൈവം നിയമിച്ച പുരുഷൻ എന്ന് പറയുന്നത് മനുഷ്യനായ ക്രിസ്തുവിനെയാണ്. ആ പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. മനുഷ്യരെ ന്യായം വിധിക്കുന്നത് മനുഷ്യപുത്രനായിരിക്കും. മനസ്സിലാക്കണം, ന്യായവിധി പുത്രന് കൊടുത്തിരിക്കുന്നു എന്നല്ലേ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്. ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട വാക്യമാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ വാക്യം. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുമെന്ന്. അതായത് എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്നെന്ന് 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? അതുപോലെ യോഹന്നാൻ 11 ഉണ്ട് കേട്ടോ സമാനമായ ഒരു കാര്യം. മഹാപുരോഹിതനായ ഹന്നാസ് പറയുന്ന ഒരു കാര്യം, എല്ലാവരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് എല്ലാവർക്കും വേണ്ടി ഒരുവനങ്ങ് മരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. മുഴുവൻ ഇസ്രായേലും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഇസ്രായേലിനെ തെറ്റിച്ച് കളയുന്ന ദൈവദൂഷകനായ ഈ നസ്രത്തുകാരനായ യേശു എന്നവൻ മരിക്കട്ടെ എന്നാ പറയുന്നത്. അവനെ ക്രൂശിക്കാം എന്നുള്ളതാണ് അടുത്ത ദിവസം പറയാൻ പോകുന്നത്. അവിടെ എന്തെന്നാ താൻ പറഞ്ഞു വെച്ചത്? അവിടെ താൻ പറഞ്ഞു വെച്ചതിനെ ഒരു പ്രവചന സ്വരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം അതിന്റെ 50 51 വാക്യം വായിച്ചാൽ, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്നെന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അതായത് ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവ് തന്നെ അവരോട്, നിങ്ങളൊന്നും അറിയുന്നില്ല, ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്നെന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. ഈ പറയുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. അതായത് യേശുക്രിസ്തു തന്റെ ഉപദേശങ്ങളും കാര്യങ്ങളുമായിട്ട് ഇസ്രായേൽ ജനത്തെ വഴിതെറ്റിക്കുന്നു. ദൈവദൂഷകനാണ്. അപ്പോ ഇസ്രായേൽ മുഴുവനും തെറ്റിപ്പോകും. അവരുടെ പൂർവന്മാരായ പിതാക്കന്മാരിലൂടെ ലഭിക്കപ്പെട്ട പല കാര്യങ്ങൾക്കും വിരോധമായിട്ടാണ് യേശുക്രിസ്തു പെരുമാറുന്നത്. ശബത്തിലൊക്കെ അവർ വയലിൽ നിന്ന് വിളവ് പറിച്ച് തിന്നുന്നു, ശബത്തിൽ രോഗികളെ സൗഖ്യമാക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും. ശമരിയക്കാരുടെ അടുക്കലേക്ക് പോയിട്ട് ശമരിയക്കാരുടെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ചു കുടിക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോ ആ നിലയിൽ ഒരു ദൈവദൂഷകൻ എന്നുള്ള നിലയിലാണ് അവർ ചിന്തിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പഠിപ്പീരും കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോയാൽ മുഴുവൻ ഇസ്രായേലും നശിച്ചു പോകും. അതിനു പകരം ഒരുവൻ മരിക്കട്ടെ. അതായത് മുഴുവൻ ഇസ്രായേലും നശിച്ചു പോകാതെ വണ്ണം ഒരുവൻ അങ്ങ് മരിക്കട്ടെ. അതായത് ക്രിസ്തു മരിക്കട്ടെ എന്നുള്ളതാണ് ആ പറഞ്ഞു വരുന്നത്. തൊട്ട് താഴെ 51 വാക്യത്തിൽ വായിക്കുന്നത്, അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകയാൽ ജനത്തിനു വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചത് അത്രേ. താൻ പ്രവാചകനൊന്നുമല്ല, പക്ഷെ താൻ പറഞ്ഞതൊരു പ്രവചനം പോലെ ഒത്തുവന്നു. താൻ പറഞ്ഞത് ഒരു പ്രവചനം പോലെ ഒത്തുവന്നു. നിങ്ങൾ ആ വാക്യത്തിലേക്കൊക്കെ സൂക്ഷിച്ചു നോക്കണം. അതായത് ജനം മുഴുവൻ നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് അഭികാമ്യം. അങ്ങനെയാണ്. ഇത് വായിച്ചിട്ട് 2 കൊരിന്ത്യർ ലേഖനം 5:15 വന്നേ. 2 കൊരിന്ത്യർ ലേഖനം 5:14-15 ചേർത്ത് വായിച്ചേ. 2 Corinthians chapter 5 verse 14 and 15. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ജീവിക്കുന്നവർ നീ തങ്ങൾക്കായിട്ടില്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നോക്കണം, അവിടെ മഹാപുരോഹിതൻ പറഞ്ഞത് എന്താ? എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിക്കട്ടെ എന്നാ പറഞ്ഞത്. ആ കാര്യം ഇപ്പൊ വായിച്ചത്. എല്ലാവർക്കും വേണ്ടി മരിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചത് ക്രിസ്തു മരിക്കട്ടെ എന്നാ പറഞ്ഞത്. അതായത് ബാധ ഒഴിഞ്ഞു പോകില്ലോ, ശല്യം ഒഴിഞ്ഞു പോകില്ലോ എന്ന നിലയിലാണ് മഹാപുരോഹിതൻ പറഞ്ഞത്. അതൊരു പ്രവചന സ്വരം പോലെയാണ് ബൈബിൾ പരിഗണിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദീകരണമാണ് നമ്മൾ ഈ വാക്യത്തിൽ കാണുന്നത്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, അതായത് പാപസംബന്ധമായി മരിച്ചു കിടക്കുന്ന ആദാമ്യ വർഗത്തിന് വേണ്ടി യേശു ക്രിസ്തു മരണം ടേസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്, മരണം രുചിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. അതിന്റെ കണ്ടിന്യൂവേഷൻ അതവിടെ കിടക്കട്ടെ. ആ തുടക്കമാണ് നമ്മൾ പറഞ്ഞത്. മഹാപുരോഹിതൻ പറഞ്ഞതിനോട് ചേർത്താണ് നമ്മൾ ഈ വാക്യത്തിന്റെ തുടക്കം കണ്ടത്. എല്ലാവരും നശിച്ചു പോകാതെ ഒരുവൻ മരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, പാപസംബന്ധമായി മരിച്ചു കിടക്കുന്ന നാം എല്ലാം നശിച്ചു പോകേണ്ടവരായിരുന്നു. അങ്ങനെ നശിച്ചു പോകാതിരിക്കേണ്ടതിന് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. ഇതൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോഴാണ് കേട്ടോ ഇതിന്റെയൊക്കെ ആഴവും പരപ്പും ഗൗരവവും ഒക്കെ നമുക്ക് മനസ്സിലായി വരുന്നത്.
ചെറിയ കാര്യങ്ങളല്ല. അപ്പൊ നമ്മള് 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് ശെബരാജ്ഞി പറയുന്നത് എന്താ? എന്നാൽ പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. നമ്മളിങ്ങനെ വിശ്വാസ വഴിയിലേക്കൊക്കെ വന്ന ആ സമയത്തൊക്കെ ഈ വചനത്തിന് ഇത്ര ആഴങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു പടത്തിൽ കാണുന്ന ഒരു ക്രൂശിത രൂപം അവിടെ കൊണ്ട് കത്തോലിക്കർക്കും ഓർത്തഡോക്സുകാർക്കൊക്കെ അവസാനിച്ചു പോകും. അതേസമയം സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് വെളിപ്പെടുത്തി തരുന്നത്. തന്റെ പുത്രനെ കുറിച്ചുള്ള വചനത്തിന്റെ ആഴങ്ങളല്ലേ കഴിഞ്ഞ നാളുകളിൽ വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇത് നമ്മൾ അടുത്ത് നിന്ന് കാണുന്ന കാര്യങ്ങൾ അതൊക്കെയല്ലേ? ചെറിയ കാര്യങ്ങളാണോ? ക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളത്. അതിന്റെ ആഴങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോ ഓക്കെ, അപ്പൊ അതിന്റെ ആഴങ്ങളാണ് നമുക്ക് വചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുന്നത്. ഇതിനിടയിൽ ആ സഹോദരൻ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി കൊടുത്തു പോയ കാര്യമാണല്ലോ പറഞ്ഞത്. അങ്ങനെ മറുപടി കൊടുത്തപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് ക്രിസ്തു ഇന്ന് പിതാവിന്റെ വലഭാഗത്ത് തന്റെ സഭയ്ക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അതെല്ലാം പറഞ്ഞു വന്നിട്ട് നമ്മൾ എവിടെ എത്തി? അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ തേജസ്സിന്റെ സിംഹാസനം വെച്ചുകൊണ്ട് ഇടത്തുള്ളവരെയും വലത്തുള്ളവരെയും നിർത്തുന്ന കാര്യമൊക്കെ പറഞ്ഞു. മനുഷ്യരെ ന്യായം വിധിക്കുന്ന ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ യേശുക്രിസ്തു 1000 വർഷം ഭൂമിയെ ഭരിക്കുന്ന കാര്യം പറഞ്ഞു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അപ്പോസ്തലപ്രവൃത്തി 17:31 വായിച്ചത്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ഈ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കും. ന്യായവിധി പുത്രന് കൊടുത്തിരിക്കുകയാണ്. മനുഷ്യപുത്രൻ മനുഷ്യവർഗത്തെ ന്യായം വിധിക്കും. ന്യായവിധി അവന് കൊടുത്തിരിക്കുകയാണ്. ഈ ഭൂമി വന്ന് സ്വർഗസ്ഥനായ പിതാവിനെ വെളിപ്പെടുത്തി തന്നു. പിതാവിന്റെ ഇഷ്ടം വെളിപ്പെടുത്തി. ആ ഇഷ്ടം തന്റെ അഭിഷിക്തന്മാരിലൂടെ ലോകം മുഴുവനും അറിയിക്കുവാൻ ഏർപ്പാട് ചെയ്തു. അങ്ങനെ അവിടുത്തെ അഭിഷിക്തന്മാർ ലോകം മുഴുവനും ദൈവേഷ്ടം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ പ്രിയപുത്രന്റെ ബലിമരണ നിമിത്തം പാപികളായ മനുഷ്യരെല്ലാം സൃഷ്ടാവായ ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ എന്ന സന്ദേശം, അതാണ് സുവിശേഷം. അത് ഇന്നത്തെ പെന്തിക്കോസുകാർ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൈ കഴുകും ചിലപ്പോ. ഇന്നത്തെ പെന്തിക്കോസ്റ്റുകാർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കടന്നു വരുവിന് 1 വെച്ച 2 കിട്ടും, നിങ്ങളുടെ കടം മാറ്റും, നിങ്ങളുടെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയാണ് അവര് പറയുന്നത്. ശരിയായ സന്ദേശം എന്താ? പാപികളായ മനുഷ്യരെ അറിയേണ്ട കാര്യം എന്താ? പുത്രന്റെ ബലിമരണം സംഭവിച്ചിരിക്കുന്നു. ആ ബലിമരണത്തിലൂടെ ചിന്തപ്പെട്ട രക്തം കൊണ്ട് നിന്റെ കടുംചുവപ്പായിരിക്കുന്ന പാപങ്ങളെയെല്ലാം ഹിമം പോലെ വെളുപ്പിക്കും. അങ്ങനെ നിനക്ക് പരമപരിശുദ്ധനായ ദൈവത്തോട് നിരപ്പാകാൻ കഴിയും, റിക്കൺസൈൽ ചെയ്യപ്പെടും. ക്രൂശ് എന്ന് പറയുന്നത് നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഇടമാണ്, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഇടമാണ്. ഇതൊക്കെയാണ് ക്രൂശിന്റെ സന്ദേശത്തിലൂടെ പറയേണ്ടത്. കടം മാറ്റുന്നതും പനി മാറ്റുന്ന കാര്യമല്ല പറയേണ്ടത്. അപ്പൊ അങ്ങനെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു സമൂഹമാണ് വേർപെട്ട ദൈവജനം എന്ന് പറയുന്നത്. അവരതെല്ലാം മറന്നുപോയി. എപ്പിസ്കോപ്പൽ സമൂഹങ്ങളെ നോക്കിയേ, അവർ ബോധമില്ലാതെ സഞ്ചരിക്കുന്നത്. അതുപോലെ ഈ സന്ദേശം കയ്യേറ്റു വാങ്ങിയിട്ടുള്ള വേർപെട്ട ദൈവജനം പറയാണ്, ഞങ്ങൾക്ക് ഒരു MP ഒരു MLA എങ്കിലും കുറഞ്ഞത് കിട്ടണം. ഈ സന്ദേശം മുഴുവൻ ലോകത്തും എത്തിക്കുക, ആ സന്ദേശത്തിനനുസരിച്ച് ജീവിച്ചു കാണിക്കുക എന്നുള്ളതല്ലേ നിങ്ങളെ കുറിച്ചുള്ള ദൈവേഷ്ടം എന്ന് ചോദിച്ചാൽ അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും ഞങ്ങൾക്ക് ഒരു MP ഒരു MLA ഇല്ലാതിരിക്കുന്നത് എങ്ങനെ? ജാതികൾക്കല്ലേ എത്ര MP MLA ഉള്ളത്? ഞങ്ങൾക്ക് കുറഞ്ഞത് ഒരെണ്ണമെങ്കിലും വേണ്ടെന്നാ ചോദിക്കുന്നത്. ഇന്നലെ വൈകിട്ട് മുഴുവനും ഞാൻ അതാ പറഞ്ഞത്. കുളത്തുപുഴക്കാരൻ ഉദ്ദേശി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ BTH പഠിക്കാനായിട്ട് മുസാവരി കുന്നിലേക്ക് കയറി. BTH കഴിഞ്ഞ് ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് പിന്നീട് ഏതൊക്കെയോ ചർച്ചിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് വന്നു. അങ്ങനെ ആ ചർച്ചിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുന്നോട്ട് വന്ന് പിന്നെ അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞ് ആ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പിലേക്ക് വന്നു. അതിന്റെ നേതാവായി അങ്ങനെ അങ്ങ് വന്ന് 10-60 വർഷം കഴിഞ്ഞു പോയിരിക്കുക. പെട്ടെന്ന് പുള്ളിക്കൊരു വെളിപ്പാടുണ്ടായി, നമുക്കൊരു MP MLA വേണമെന്ന്. അതേസമയത്ത് ഈ സംസാരിക്കുന്ന ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മുസാവരി കുന്നിന്റെ മുകളിലേക്ക് BTH പഠിക്കാൻ പോയ ആളല്ല. ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങി രാഷ്ട്രീയക്കാരുമായിട്ടുള്ള സംബന്ധം ഒക്കെ ആയിട്ട് അതിൽ ചുറ്റിപ്പറ്റി കറങ്ങി ഒക്കെ നടന്നിട്ട് പിന്നെ പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നയാളാ. അപ്പൊ എനിക്ക് അത്യാവശ്യം അറിയാം ഇതിലെ വക്രതയും വാഞ്ചനയും ചതിയും കുതികാൽ വെട്ടും ഭക്തന്മാർക്ക് ചേർന്ന കാര്യങ്ങളല്ലാത്. ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ദൈവം ആളുകളെ ആക്കിയിട്ടുണ്ട്. അവർ വിശ്വസ്തരായി ചെയ്യട്ടെ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ പലർക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ലെന്നേ. അവര് ക്രൂശിന്റെ വഴിയിൽ നിന്ന് വഴിമാറുകയാണ്. 50-60 വർഷം ശുശ്രൂഷിച്ച ഒരു ദൈവദാസൻ പറയാണ് ഇപ്പൊ ഒരു MP MLA വേണമെന്ന്.
അപ്പൊ ഈ കഴിഞ്ഞ 49 വർഷം പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞു തന്നില്ലേ? ഈ കഴിഞ്ഞുപോയ വർഷങ്ങൾ ഇതൊന്നും പറഞ്ഞു തന്നില്ലെന്നല്ലേ അർത്ഥം? അതിന് മറ്റൊരു പ്രസിദ്ധനായ ഒരു ഉപദേശി ഒരു 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 കമന്റ്, തന്റേതായ നിലയിൽ ഒരു കമന്റ് പറയാനിടയായി. അതായത് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ സഭാരാഷ്ട്രീയം, പിന്നെ എന്തെല്ലാം ഏടാകൂടങ്ങളും കുഴപ്പങ്ങളും, അവിടെ ജാതി സ്പിരിറ്റ് ഉണ്ട്, മുഖപക്ഷങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി ഒത്തിരി കുഴപ്പങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ചിട്ടാണോ ദൈവമക്കൾ ഇലക്ഷന് നിൽക്കാൻ പാടില്ല, MP വേണ്ട, MLA വേണ്ട എന്നൊക്കെ പറഞ്ഞു വരുന്നതെന്ന് പ്രസിദ്ധനായ ഇവാഞ്ചലിസം ഡയറക്ടറായി പറയുന്നതെന്ന് ഓർക്കണം. നീണ്ട എഴുത്തൊക്കെ എഴുതുന്ന എഴുത്തുകാരനായി പറയുന്നത്. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ല. സഭാ രാഷ്ട്രീയോ ഉന്തും തള്ളോ അല്ലെങ്കിൽ ഈ മറ്റു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ കാര്യത്തിന് പരിഹാരം വരുത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതും ആകാമെന്ന്. അതെന്നെ വർത്തമാനമാണ്. ആ കാര്യത്തിന് പരിഹാരം വരുത്തണം, ഇത് നമുക്കൊട്ട് വേണ്ടാതാനും, അങ്ങനെയല്ലേ പറയേണ്ടത്? 5-6 കൂട്ടം ഏടാകൂടെ ഇപ്പൊ തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് കൂട്ടിക്കോ. പുള്ളി പറഞ്ഞ കുറെ ലിസ്റ്റ് ഉണ്ട്, 5-6 കൂട്ടത്തിൽ കൂടുതലുണ്ട്. 6 കൂട്ടത്തിന്റെ കൂട്ടത്തിൽ 7ാമത് ഒരു കൂട്ടം കൂടെ കൂട്ടുവാണോ വേണ്ടത്? ഈ 6 എങ്ങനെ പരിഹരിക്കാന്നല്ലേ ശ്രമിക്കേണ്ടത്? അപ്പൊ സഭാ രാഷ്ട്രീയമുണ്ട്, മുഖപക്ഷങ്ങളുണ്ട്, പിന്നെ ജാതീയമായ ചിന്തകളുണ്ട്, ഞങ്ങളുടെ ഇടയിൽ ഡിവിഷനും ഉണ്ട്, സ്റ്റേറ്റും ഉണ്ടെന്നാ പറയുന്നത്. അതിന് നമ്മൾ എന്ത് പഴിച്ചു? നിങ്ങളുടെ ഇടയിൽ ഡിവിഷനും സ്റ്റേറ്റും ഉണ്ടായതിന്റെ കാരണം എന്താ? നിങ്ങൾക്ക് ക്രൂശിന്റെ വചനം വെളിപ്പെടുന്നില്ലെന്നേ. വെളിപ്പെട്ട് കിട്ടിയവരത് പ്രസ്താവിക്കുന്നില്ല. നിങ്ങൾ വേർപാട് അനുഷ്ഠിക്കുന്നില്ല. ഞാനൊരു പിക്ചർ കാണിച്ചു അന്നേരം. നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളൊരു പിക്ചറാണ്. അത് പിക്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മുൻ ഓവർസിയറാ നിൽക്കുന്നത്, ഏഷ്യ പസഫിക് നിൽക്കുകയാണ്. തൊട്ടപ്പുറം ഇപ്പോഴത്തെ ഓവർസിയർ ഇരിക്കുന്നു, തൊട്ടപ്പുറം അസിസ്റ്റന്റ് ഓവർസിയർ ഇരിക്കുന്നു, അതിന്റെ തൊട്ടപ്പുറം ഗുമ്മിന് പ്രവചിക്കുന്ന പ്രവാചകൻ ഇരിക്കുന്നു, അതിന്റെ തൊട്ടപ്പുറം കൊട്ടാരക്കരയിൽ ദൈവത്തിന്റെ ആലയം പണിയുന്ന കൊട്ടാരക്കര അപ്പോസ്തലൻ ഇരിക്കുന്നു, അതിന്റെ ഇപ്പുറേ അഞ്ചലുകാരൻ ഉപദേശി ചിരിക്കുകയും വിശുദ്ധ ചിരിയും വിശുദ്ധ കൊരയും വിശുദ്ധ ഛർദിയും ഒക്കെ വേണമെന്ന് പറയുന്ന പുള്ളി ഇരിക്കുന്നു. എന്നിട്ട് മുൻ ഓവർസിയർ പറയാണ് ദൈവത്തിന്റെ അഭിഷിക്തന്മാരാ നിരന്നിരിക്കുന്നത്, ദൈവത്തിന്റെ അഭിഷിക്തൻ കൊട്ടാരക്കര, ദൈവത്തിന്റെ അഭിഷിക്തൻ ഗുമ്മൻ എന്നൊക്കെ പറയുമ്പോ ആ സമൂഹത്തിലുള്ള ആളുകൾ എന്താ വിചാരിക്കുന്നത്? ഇതെല്ലാം ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ്, ഇവര് പറയുന്ന വിവരക്കേടുകളൊക്കെ പരിശുദ്ധാത്മാവിലാണെന്നല്ലേ ചിന്തിക്കുള്ളൂ. അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. വചനം വെളിപ്പെടുന്നില്ലെന്നേ. വചനം വെളിപ്പെടുന്നുണ്ടെങ്കിൽ കർക്കശ്യമായി ഉപദേശത്തിന് വേണ്ടി നിൽക്കണം, ഇടം വലം നോക്കരുത്. അവിടെ ദൈവത്തിന്റെ അഭിഷിക്തന്മാരിരിക്കുന്ന വേദിയില്, അതൊരു കല്യാണ വേദിയാ, അവിടെ ഈ പറയപ്പെട്ട ആളുകൾ എങ്ങനെ കടന്നു വന്നിരിക്കും? നിങ്ങൾ അഴഞ്ഞു കുഴഞ്ഞു പോയി. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ സഭാ രാഷ്ട്രീയവും സ്റ്റേറ്റും ഡിവിഷനും ഒക്കെ നിൽക്കുന്നത്. ക്രൂശിന്റെ വചനം വെളിപ്പെടട്ടെ, സ്റ്റേറ്റും ഡിവിഷനും ഒക്കെ പുകഞ്ഞ് കരിഞ്ഞു പോവില്ലേ? മുഖപക്ഷമില്ലാത്ത ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോ വചനം വെളിപ്പെടണം. വചനം വെളിപ്പെടുന്നില്ല. ഏത് ഓവർസിയർ എടുത്തോ, മുൻ ഓവർസിയർ എടുത്തോ, ഇവരുടെ എല്ലാം പ്രസംഗത്തിൽ ഈ ഭൗതികമല്ലേ വരുന്നത്. ഞാൻ AC റൂമിലെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കട്ട സഹിക്കുന്നില്ലെന്ന്. പിന്നെ സ്റ്റേറ്റും ഡിവിഷനും ഒക്കെ ഇല്ലാതെ വരുമോ? സ്റ്റേറ്റും ഡിവിഷനും ഒക്കെ ഇന്നും നിലനിൽക്കുന്നതിന്റെ കാരണം എന്നാ? AC റൂമിൽ കുത്തിയിരിക്കുക എന്നാ പറയുന്നത്. AC റൂമിൽ ഇരുന്നു എന്ന് ഓർത്ത് എന്നാ നീ കുഴപ്പം? ഇതൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും ഞാനങ്ങ് പറയാം. AC റൂമിൽ ഇരിക്കുന്നതുകൊണ്ടാണോ കുഴപ്പം? വചനം വെളിപ്പെട്ട് വരേണ്ടതും വെളിപ്പെട്ട് വന്ന വചനത്തിനനുസരിച്ച് ജീവിക്കേണ്ടതും ഉപദേശം കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ടതും വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആളെണ്ണത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുന്നത് ഒരുക്കത്തിലാണ്, നമ്മുടെ ഉള്ളൊരുക്കത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിൽ 1,00,000 പേരുണ്ട്, അത് ഒരെണ്ണം പോലും കാജിന് കൊള്ളുന്നതല്ല, തെക്ക് വടക്ക് നടക്കുന്നതാണെങ്കിലോ, അതേസമയം 10 പേരുള്ളെങ്കിലോ, ആ 10 പേര് ദൈവഭയമുള്ളവരാണെങ്കിലോ, ഹൃദയത്തകർച്ചയുള്ളവരാണെങ്കിലോ, ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ രസിക്കുന്നവരാണെങ്കിലോ, പ്രത്യാശയിൽ ജ്വലിച്ചു നിൽക്കുന്നവരാണെങ്കിലോ, ഈ 10ന്റെ മുമ്പിൽ 1,00,000-ന് വല്ല വാല്യൂ ഉണ്ടോ? വല്ല വാല്യൂ ഉണ്ടോ? ഞാൻ ഇടയ്ക്ക് സന്ദർഭവശ പറഞ്ഞതാ, കുളത്തൂപ്പുഴ ഉപദേശിയും പാടനാട് ഉപദേശിയും ഒക്കെ ഇടയ്ക്ക് കയറി വന്നതാന്ന് മാത്രം. നമ്മൾ പറഞ്ഞു വന്നത് ആ നിരപ്പിന്റെ ശുശ്രൂഷ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മള്. ക്രൂശിന്റെ സന്ദേശമാണ് പറയേണ്ടത്. അങ്ങനെ വചനം പഠിപ്പിക്കേണ്ടതുണ്ട് സഭകളില്, നമ്മുടെ കൂട്ടായ്മകളിലും വചനം പഠിപ്പിക്കണം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആളുകൾക്ക് തറവായി ലഭിക്കുമാറ് സമയമെടുത്ത് പ്രസംഗിക്കണം, പഠിപ്പിക്കണം. വചനത്തിൽ എല്ലാവരും ബോധ്യമുള്ളവരായി മാറണം. അങ്ങനെ വചനത്തിൽ അവർ മുതിർന്നു വരുമ്പോ ശേബാരാജ്ഞി പറഞ്ഞ പോലെ പറയണം. എന്നാ പറഞ്ഞത്?
എന്നാൽ നിന്നെക്കുറിച്ച് പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ലെന്ന്. നമ്മൾ പെന്തക്കോസിലേക്ക് വന്ന ആ അനുഭവം ഒന്ന് ഓർത്തു നോക്കി. ആ പൊത്തുവരുത്ത അനുഭവത്തിൽ മരണം വരെ പോകാനാണോ പ്ലാന്? എന്തുമാത്രം ആളുകൾ അങ്ങനെ പോകുന്നത്, അതിൽ തൃപ്തരായിട്ട്. അതേസമയം ഈ വചനത്തിന്റെ ആഴങ്ങൾ നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. ഒറ്റയൊരു കാര്യം കൂടെ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം. അതായത്, ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ, അതായത് ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും പറഞ്ഞല്ലോ. ആ മനുഷ്യത്വത്തിലാണ് നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചതെന്നും അതുപോലെ മനുഷ്യത്വത്തിൽ ഇടപെടുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ മനുഷ്യപുത്രൻ ഈ ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത്. തന്റെ ദൈവത്വം തന്നിലുണ്ട്, ദൈവത്വമുണ്ട്. പക്ഷേ അന്നേരം ഇവിടെയുള്ള മനുഷ്യരുടെ മുമ്പിൽ ആ ദൈവത്വം വെളിപ്പെടുത്താൻ കഴിയില്ല. ആ നിലയിൽ ദൈവത്വം വെളിപ്പെടുത്താൻ കഴിയില്ല. ആ ദൈവത്വം അതിന്റെ പൂർണ്ണ നിലയിൽ വെളിപ്പെടുന്നത് പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേമിലാണ്. അതിനു മുമ്പ് ആ ദൈവത്വം ആ നിലയിൽ വെളിപ്പെടുത്താൻ കഴിയില്ല. താനെ ബത്ലഹേമി ഭൂജാതനായ ആ സമയത്തെക്കുറിച്ച് പറഞ്ഞു. തന്റെ മനുഷ്യത്വത്തിൽ ഏതാണ്ട് 33.5 തിരുവയസ്സ് ഈ ഭൂമി ജീവിച്ച കാര്യം പറഞ്ഞു. അത് മനുഷ്യത്വത്തിലാണ് ജീവിച്ചത്. ആ സമയത്ത് ആ പൂർണ്ണ ദൈവത്വം വെളിപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ വെളിപ്പെടുത്തിയില്ല. മറുരൂപമലയിൽ ഒരു അംശമായിട്ടാണ് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അതിന്റെ പൂർണ്ണ നിലയിലൊന്നും അല്ല വെളിപ്പെടുത്തി കൊടുത്തത്. എന്നാൽ ദമസ്കോസിൽ വെച്ച് പൗലോസിന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്ത ആ ഒരു നിലയുണ്ട്. അത് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് ക്രിസ്തുവിനെ മുഖാമുഖം കാണുകയാണ്. സ്വപ്നത്തിൽ കാണുകയല്ല, മുഖാമുഖം കാണുകയാണ്. ആ കണ്ട കാഴ്ചയിൽ 3 ദിവസം കണ്ണു കാണാൻ മേലാതെ ഇരിക്കേണ്ടി വന്നു. സമ്പൂർണമായിട്ടും ക്രിസ്തു തന്റെ തേജസ് മുഴുവനും വെളിപ്പെടുത്തി പൗലോസിന്റെ മുമ്പിൽ കാണിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ ഒരളവിൽ പൗലോസ് കണ്ടു കാണും. ആ കണ്ടതേ പൗലോസിന്റെ കണ്ണടിച്ചു പോയി. പൗലോസിന് ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് പത്മോസിൽ യോഹന്നാന്റെ ഒരു അവസ്ഥ ഒന്ന് കണ്ടു നോക്കി. യോഹന്നാൻ ആ ദർശനം കണ്ട് മരിച്ചവനെ പോലെ ആയിപ്പോയി. അതെല്ലാം സമ്പൂർണമായ ഒരു വെളിപ്പാട് കൊടുത്തെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരളവിൽ, എത്രത്തോളം നമുക്ക് പറയാൻ പറ്റില്ല, ഒരളവിൽ അവർ കണ്ടു. ആ കണ്ട കാഴ്ചയിൽ അവർ മരിച്ചവരെ പോലെ വീണുപോയി. ഒരാളുടെ കാഴ്ച തന്നെ പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ തേജോമയനായ ദൈവത്തെ നമ്മൾ മുഖാമുഖം കാണുക എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുന്ന അഗ്നിയായവനല്ലേ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനല്ലേ. കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ അതിനെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഈ സൂര്യൻ, ദൈവത്തിന്റെ സൃഷ്ടിയായ സൂര്യൻ നമ്മുടെ ഇടയിലേക്ക് വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പുകഞ്ഞു പോവില്ലേ നമ്മള്? നമുക്ക് സൂര്യന്റെ അടുക്കിലേക്ക് അടുക്കാനും കഴിയില്ല, സൂര്യൻ നമ്മുടെ അടുക്കിലേക്കും വരാൻ കഴിയില്ല. കാരണം അതേസമയം സൂര്യനെ പോലെ തന്നെയുള്ള മറ്റൊരു ഗോളത്തിന്റെ അടുക്കിലേക്കാണെങ്കിലോ അവിടെ വേറെ കുഴപ്പമുണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അടുക്കിലേക്ക് വന്നാൽ നമ്മൾ പുകഞ്ഞു പോകും, നമുക്കത് താങ്ങാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുള്ളത് കൊണ്ട് താൻ തന്റെ മനുഷ്യത്വത്തിലാണ് ഭൂമിയിൽ വെളിപ്പെട്ടത്. ആ മനുഷ്യത്വത്തിലാണ് അവരുടെ ഇടയിൽ സഞ്ചരിച്ചത്. എന്നാൽ തന്റെ ദൈവത്വം ഒരളവിൽ തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പിന്നത്തേതിൽ പൗലോസിനും ഒടുക്കം പത്മോസിൽ യോഹന്നാനും വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പെടുത്തി കൊടുത്തതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ പറഞ്ഞു വന്നതിന്റെ സാരം ഇത്രയുള്ളൂ. അത്ര വലിയവനും ഭയങ്കരനും തേജോമയനുമായ ദൈവമായിട്ടാണ് നാം ബന്ധപ്പെടുന്നത്. നാം സേവിക്കുന്ന ദൈവം ആരെന്ന് തിരിച്ചറിയണം. അങ്ങനെ ഒരു ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക്, ഒരു സമ്പർക്കത്തിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോൾ ശേഷം മനുഷ്യരെ പോലെ ചിന്തിക്കാനോ അലമുറയിടാനോ വിലാപം കഴിക്കാനോ ഒന്നുമല്ല നമ്മുടെ ജീവിതം, ശിഷ്ടമുള്ള ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടമുണ്ട്, നിശ്ചയമായും കഷ്ടമുണ്ട്. ആ കഷ്ടത്തിന്റെ നടുവിലും ഭക്തന്മാർ ആനന്ദിക്കുന്നതിന്റെ കാരണം എന്താ? വെളിപ്പാടുകളാണ് അവരെ ചലിപ്പിക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകൾ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ മുമ്പിൽ ചുരുളഴിച്ചു വരികയാണ്. അതെല്ലാം ചുരുളഴിച്ചു വരുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിമുട്ടിച്ച് ചിന്തിച്ചു നോക്കി. തന്റെ ദൈവത്വവും മനുഷ്യത്വവും മുസ്ലിം സമൂഹം ചോദിക്കുന്നുണ്ട്, അവൻ ദൈവമാണെന്ന് ആര് പറഞ്ഞു? അതിനൊക്കെയുള്ള മറുപടി നമ്മുടെ കയ്യിലുണ്ട്. യേശുക്രിസ്തു നേരിട്ട് പറഞ്ഞോ താൻ ദൈവമാണെന്ന്? നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്, യേശുക്രിസ്തു ദൈവമാണെന്ന് എപ്പോഴാ പറഞ്ഞത്? നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ചോദിക്കുന്നത്, യേശുക്രിസ്തു ദൈവമാണെന്ന് എപ്പോ പറഞ്ഞു? ദൈവമായിട്ട് വെളിപ്പെട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്
നമ്മുടെ ദൈവം പലപ്പോഴും വെളിപ്പെടുന്ന ദൈവമാണ്. തന്റെ ജനത്തോട് സംസാരിക്കുന്ന ദൈവമാണ്. അല്ലേ? അബ്രഹാമിനോട് സംസാരിച്ചു, മോശയോട് സംസാരിച്ചു. അങ്ങനെ ഭക്തന്മാരെ എല്ലാം എടുത്ത് പഠിക്കുമ്പോൾ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തന്റെ അപ്പോസ്തലന്മാരോട് സംസാരിച്ചു. മറഞ്ഞിരിക്കുന്ന ദൈവമാണ്, അപ്പോൾ തന്നെ വെളിപ്പെടുന്ന ദൈവമാണ്. അതേസമയം അവരുടെ മതം പഠിപ്പിക്കുന്ന അവരുടെ ദൈവം ഇന്നുവരെ വെളിപ്പെട്ടിട്ടില്ല. പുള്ളി മറഞ്ഞിരിക്കുകയാണ്. പുള്ളി ഇന്നുവരെ വെളിപ്പെട്ടിട്ടില്ല. പുള്ളിക്ക് പകരം അവരുടെ പ്രോഫറ്റാണ് സംസാരിക്കുന്ന മുഴുവനും. പ്രോഫറ്റ് പറയുന്നു ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന്. അതൊക്കെ വിശ്വസിച്ചോണം, അംഗീകരിച്ചോണം. അതേസമയം ഇവിടെ അങ്ങനെയാണോ? തേജോമയനായ ദൈവം തന്റെ ഭക്തന്മാർക്ക് വെളിപ്പെടുകയാണ്. യഹോവയായ ദൈവം അരുളി ചെയ്യുകയാണ്. സത്യദൈവം വെളിപ്പെടുകയാണ്. വെളിപ്പെടുന്ന സമയത്തൊക്കെ വെളിപ്പെടുന്നുണ്ട്. പക്ഷേ പൂർണ്ണ മഹത്വത്തോടെ വെളിപ്പെടുന്നില്ല. അതിന്റെ കാരണം എന്താ? നമുക്ക് താങ്ങാൻ കഴിയില്ല. ആ പൂർണ്ണ മഹത്വത്തിലേക്ക് നമ്മെ ചേർക്കുന്ന സമയം സമാഗതമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന്റെ അടുക്കിലേക്ക് നമ്മൾ അടുക്കാൻ പോവുകയാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനോട് നമ്മളിപ്പോ അടുക്കാൻ പോവുകയാണ്. നിത്യദഹനങ്ങളുടെ അടുക്കിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ ആത്മാവിൽ അത് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ കാഹളം ധ്വനിച്ചു പിന്നത്തേതിൽ നാം അവനോടുകൂടെ ഒരുമിച്ചായിരിക്കുന്ന ഈ അവസ്ഥയൊക്കെ എത്ര മനോഹരമായ അവസ്ഥകളാണ്. അപ്പൊ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നമ്മൾ ഉത്സാഹിക്കേണ്ടതുണ്ട്. നമ്മൾ സമാഗമന കൂടാരത്തിന്റെ പഠനത്തിലാണ്. വിശേഷാൽ ഈ ദിവസങ്ങളിൽ പെട്ടകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പെട്ടകത്തിന്റെ നിർമ്മിതി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അടുത്ത ദിവസം നമ്മൾ പെട്ടകത്തിനകത്തിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് പൊൻപാത്രത്തിലിരിക്കുന്ന മന്നയും അഹ്റോന്റെ തളിർത്ത വടിയും പിന്നെ നിയമത്തിന്റെ കൽപ്പലകളും. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് വിശദമായി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതിന് കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് അതിലേക്ക് പോകാം. ഞാൻ ഇന്ന് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറച്ച് പറയാനായിട്ട് പ്രിപ്പയർ ആയിട്ടാണ് വന്നത്. എന്നാൽ നമുക്ക് അവിടേക്ക് എത്താനായിട്ട് കഴിഞ്ഞില്ല. കർത്താവ് അനുവദിച്ച് നമുക്ക് അടുത്ത ദിവസം അതിലേക്ക് പോകാം. അപ്പം ഇന്ന് ചിന്തിച്ച കാര്യങ്ങളൊക്കെ ഗൗരവമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ പിന്നത്തേതിൽ നിങ്ങൾ അയവിറക്കുക, ധ്യാനിക്കുക. അങ്ങനെ വചനത്തിൽ പ്രാവീണ്യമുള്ളവരായി, വചനത്തിൽ നിശ്ചയമുള്ളവരായി, ആത്മാവിൽ ബലം ധരിച്ചവരായി, പ്രത്യാശയിൽ ജ്വലിക്കുന്നവരായി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.